വൈറ്റിലയിൽ നിന്ന് കിഴക്കമ്പലത്തേക്ക് തന്റെ കാറിൽ പോകും വഴിയാണ് സംഭവമുണ്ടായതെന്ന് പി.ടി. തോമസ് എം.എൽ.എ. പറഞ്ഞു. കാറിന്റെ ടയർ ഇളകുന്നതായി മറ്റൊരു വാഹനത്തിൽ പോകുന്നവർ ശ്രദ്ധയിൽപ്പെടുത്തി. പരിശോധിച്ചപ്പോൾ താനിരുന്ന ഭാഗത്തെ ടയറിന്റെ ഒരു നട്ട് ഒടിഞ്ഞിരിക്കുകയായിരുന്നു. മറ്റ് എല്ലാ ടയറുകളുടെയും നട്ടും ബോൾട്ടും ഇളകിയ നിലയിലും. സംഭവത്തിൽ സംശയം തോന്നിയ പശ്ചാത്തലത്തിലാണ് പി.ടി. തോമസ് എം.എൽ.എ. പരാതിയുമായി പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. ഞാനിരിക്കുന്ന ഭാഗത്ത് പുറകുവശത്ത് ഞാൻ പുറകിലാണ് ഇരിക്കാറ്. ടയറിൻ്റെ ഒരു ബോൾട്ട് ഊരിപ്പോയിട്ടുണ്ട്. ബാക്കി 4 എണ്ണവും വളരെ ലൂസായിട്ട് കിടക്കുന്നത് കണ്ടു. വിഷയം അതീവ ഗൗരവമായി പോലീസ് കാണണമെന്നും നടി ആക്രമിക്കപ്പെട്ട കേസിലടക്കം ശക്തമായി ഇടപെട്ട ആളാണ് പി.ടി. തോമസ് എം.എൽ.എ. എന്നും കെ.പി.സി.സി. അധ്യക്ഷൻ എം.എം. ഹസൻ പറഞ്ഞു. സിനിമാ നടി ആക്രമിച്ച കാര്യത്തിലൊക്കെ പി.ടി. തോമസ് എടുത്തിട്ടുള്ള ശക്തമായ നിലപാട്, അതിനോട് ശത്രുത പലർക്കും ഉണ്ടാകാം. ആരാണ് ഇതിൻ്റെ പിന്നിലെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. പോലീസ് അന്വേഷിച്ച് അടിയന്തര നടപടിയെടുക്കണം. അതിനിടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ എറണാകുളം എ.സി. ലാൽജിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പി.ടി. തോമസ് എം.എൽ.എയുടെ വീട്ടിലെത്തി പരിശോധന നടത്തി. സംഭവം അന്വേഷിച്ചു വരികയാണെന്ന് എറണാകുളം എ.സി. പറഞ്ഞു. സാങ്കേതികമായ പ്രശ്നമാണോ അതോ ആരെങ്കിലും മനഃപൂർവ്വം ചെയ്തതാണോ എന്നുള്ളത് അന്വേഷിക്കുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.